അനിൽകുമാർ, വെരി ഗുഡ് മോർണിംഗ്. കുറച്ചു കാലമായി നമ്മൾ സംസാരിച്ചിട്ട്. അനിൽകുമാർ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. പുറത്തു വരുന്ന ഈ വാർത്തകളുണ്ടല്ലോ, അതായത് നമ്മുടെ ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ പാറമേക്കാവിൽ വിദ്യാമന്ദിറിൽ ഈ ദത്താത്രേയ ഹൊസബളയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 മെയ് മാസത്തിലാണ് കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന ഒരു ADGP RSSന്റെ ഒരു നേതാവിനെ സ്വകാര്യമായിട്ടാണെങ്കിലും സന്ദർശിക്കുന്നത് ശരിയാണോ അനിൽകുമാർ? അതാണിപ്പോൾ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളായി ഉയർത്തുന്നത്. രാജ്ഭവനില് RSSന്റെ ശാഖ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗവർണർ ഇനിയും 5 കൊല്ലം കൂടെ തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന UDF നേതൃത്വമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത്. അവരുടെ ഭരണകാലത്തുള്ള 2 DGPമാർ, അതിൽ സെൻകുമാറിനെ അന്ന് പിണറായി സർക്കാർ മാറ്റിയപ്പോ എന്തൊരു നിലവിളിയായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ആ സെൻകുമാറും അതുപോലെ ജേക്കബ് തോമസും എത്രയോ കൊല്ലമായി RSSലാണ് എന്ന് അവർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ 10 കൊല്ലമായി BJP അധികാരത്തിലിരിക്കുകയും RSS ഇന്ത്യൻ പട്ടാളത്തിൽ പോലും പിടിമുറുക്കുകയും ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ നേരിട്ട് RSSൽ ചേരുകയും ചെയ്യുന്നൊരു കാലമാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആരും അറിയാത്തതല്ല. കേരളത്തിൽ 10 കൊല്ലമായി കേന്ദ്ര സർക്കാരിനെ ചെറുത്തുകൊണ്ട് 8 കൊല്ലമായി കേരളത്തിലെ പിണറായി സർക്കാർ പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് IASഉം IPSഉം ഒക്കെ കേന്ദ്ര സർവീസാണ്. അവിടെ ഡെപ്യൂട്ടേഷൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവിടെ പോയി അതിന്റെ വാല് പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പോയി എന്നുള്ളത് കൊണ്ട് LDFന്റെ രാഷ്ട്രീയ നയത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോ പറയുന്നത് കേട്ടു, അജിത് കുമാറിനെ ഏതോ ഒരു LDF പ്രതിനിധിയായി നിയോഗിച്ചിരിക്കുന്ന. ആര് നിയോഗിക്കുന്ന? അങ്ങനത്തെ പ്രതിനിധി ഉണ്ടോ? നിങ്ങളുടെ മുന്നിൽ വരുന്ന DGPമാരാകാൻ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതല കൊടുക്കാൻ പറ്റുന്ന 2-3 ഉദ്യോഗസ്ഥന്മാർ, ADGPമാർ, അതിൽ ഒരാളെ അവിടെ വെച്ചു എന്നുള്ളതല്ലാതെ വേറെന്താ ഉള്ളത്? അനിൽകുമാർ, ഈ ശരിയാണ്, ഈ സെൻകുമാറിന്റെ കാര്യത്തിലും ജേക്കബ് തോമസിന്റെ കാര്യത്തിലും ഒക്കെ BJPയിലേക്ക് അവർ പോയിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് UDF ആണ്. മാത്രവുമല്ല, UDFന്റെ കാലത്ത് DGP തന്നെ BJPയിലേക്ക് പോയി. അപ്പോഴാണ് ഒരു ADGP ഒരു RSSന്റെ നേതാവിനെ കാണാൻ പോയ വാർത്ത വരുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് വിശ്വസ്തനായ, CPMന് വിശ്വസ്തനായ, പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടപെട്ടതിൻ്റെ പേരിൽ ആരോപണം നേരിട്ട, ഇപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി കാത്തുരക്ഷിക്കുന്ന, CPMന് ഏറെ വേണ്ടപ്പെട്ടയാളാണ് എന്ന പ്രതീതി പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ADGP ആണ്. അപ്പോൾ ആ ADGP തന്നെ RSSന്റെ നേതാവിനെ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത് അതത്ര ശരിയായ ഒരു കാര്യമാണോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമായി അതിനകത്തൊരു ശരികേടില്ലേ? പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP എന്തിലും ഇടപെട്ടത്? സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ PS സരിത്തിനെ പിടികൂടിയതും മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും ഷാജ് കിരണിനെ 42 തവണ വാട്സപ്പിൽ വിളിച്ചതും അത് കേസുമായിട്ടുള്ള ബന്ധം അല്ല, അത് അന്നത്തെ സമയത്ത് കേസുമായി ബന്ധമില്ല. അല്ല, വിജിലൻസിന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത്, അല്ല അനിൽകുമാർ, വിജിലൻസിന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അല്ല, ഒരു നിമിഷം അങ്ങനോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ. വിജിലൻസിന്റെ ചുമതലയിൽ ഞാനൊന്ന് തീർത്തോട്ടെ. വിജിലൻസിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടാത്തൊരു വിഷയത്തിൽ അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയുടെ മൊബൈൽ ഫോൺ അദ്ദേഹം പിടിച്ചെടുക്കുന്നു, അതിനുവേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം ക്രൈംബ്രാഞ്ചിൻ്റെയോ ലോ ആൻഡ് ഓർഡറിൻ്റെയോ ചുമതലയില്ല. പിന്നീടാണല്ലോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ ഒരു ADGP RSSന്റെ നേതാവിനെ പോയി കണ്ടു എന്നതാണ് ആക്ഷേപം. ഒരു കാര്യം, ഏതെങ്കിലും പോലീസുകാർ എന്തെങ്കിലും ആ NI അന്വേഷണം നടത്തിയിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിന് പോലും ബന്ധമില്ല എന്നാണ് അവസാന റിപ്പോർട്ട് വന്നത്. എന്നിട്ടാണ് സ്വപ്നയുടെ കഥയും പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ആഖ്യാനങ്ങൾക്ക് കൊള്ളാം. അതായത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഏതെങ്കിലും ഒരു സന്ദർശനം നടത്തുന്നത് രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമല്ല, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല എന്നതാണ് താങ്കൾ പറയുന്നത്. അത് മാത്രമല്ല, IASകാരും IPSകാരും ഒക്കെ നാളെ കേന്ദ്ര സർവീസിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വാട്ടടിക്കാൻ വേണ്ടി നടക്കുന്നേ. അത്രേ ഉള്ളൂ. അങ്ങനെ ADGP സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ADGPയുടെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയായിരിക്കും. അതിന് മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി ആരെയും അയച്ചിട്ടില്ല, അയക്കേണ്ട ആവശ്യവുമില്ല. ഒരു ADGP സന്ദർശനം നടത്തിയാൽ നിയമപരമായി അത് തെറ്റാണെങ്കിൽ സർക്കാരിന് നടപടി എടുക്കുക തന്നെ ചെയ്യും. പ്രശ്നം എന്താണ്?
ഒരു RSSന്റെ ഒരാളെ, ഒരു ഭാരവാഹി ഒരാളെ കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്തൊരു നടപടി എടുത്താൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്താ പറയുക? ശരി, അത് മനസ്സിലായി. അല്ലല്ല, ക്രമസമാധാന ചുമതലയൊക്കെ മാറ്റാം, അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ മാറ്റേണ്ട കാര്യമില്ല. ഞാൻ വരാം ശ്രീ അനിൽകുമാർ, ഒരു നിമിഷം. നിലപാട് സ്വീകരിക്കും. അല്ല, ഒരു നിമിഷം, ഞാൻ വരാം ശ്രീ